മല്ലികാർജുൻ ഖാർഗെ വിളിച്ച സമയത്ത് അങ്ങൊന്ന് തണുത്തു ഒരർത്ഥത്തിൽ അല്ലേ? അങ്ങയുടെ ആ സംശയം മാറി. പിന്നെ അങ്ങ് വിചാരിച്ചു ഇനി ഒരു തീരുമാനം എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പുറത്തു വന്ന അദ്ദേഹം അങ്ങ് പറഞ്ഞ കാര്യം വളരെ വളരെ പൊളിറ്റിക്കലി ക്ലിയർ ആയിരുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയല്ലേ? പാർട്ടി വലുത്, ഞാൻ ചെറുതാണ്, ഈ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിൽക്കും അല്ലേ? ശാശ്വതമായ ഒരു മാനസിക അവസ്ഥയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നും പാർട്ടിക്ക് വിധേയനാവണം, ആയിരിക്കും. ഞങ്ങളൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. അതിന് എന്ത് കാരണമുണ്ടെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം അങ്ങ് എടുക്കൂല? ഒരിക്കലുമില്ല. ഇല്ല. അത് മല്ലികാർജുൻ ഖാർഗെക്ക് അങ്ങ് വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് കൊടുത്തതല്ല, അദ്ദേഹത്തിന് അത് അറിയാം. എന്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് അത് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ അതിന് അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ കടന്നു വരുമ്പോൾ ലാസ്റ്റില് ആണോ ഇതാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങേക്ക് ഇപ്പോ അതിലൊരു വിശ്വാസമില്ലേ? ഹൈക്കമാൻഡ് അങ്ങേ കേൾക്കും, രാഹുൽ ഗാന്ധി അങ്ങേ കേൾക്കും എന്ന് അങ്ങേക്ക് ഒരു വിശ്വാസമില്ല? യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അങ്ങേ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ ആ അർത്ഥത്തിൽ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇടവരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് കരുതുന്നുണ്ടോ? അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സമയമാണല്ലോ. ആ സമയത്താണ് ഇന്നിപ്പോ ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയോട് സംസാരിക്കുകയായിരുന്നു, ടി ഒ മോഹനോട്. ടി ഒ മോഹൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തീരുമാനം ഒരു എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു. അതിനുശേഷമാണ് ആ പേര് മാറുന്നത്. അപ്പോഴും ടി ഒ മോഹൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അങ്ങ് ടി ഒ മോഹന്റെ പേര് പറഞ്ഞു എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്, ഉറപ്പില്ലെന്ന് പറയുന്നത്. അപ്പൊ അങ്ങ് പറയുന്നത് ടി ഒ മോഹന്റെ നെഞ്ചത്തെ കൈവച്ച് ഞാൻ വാക്ക് പാലിച്ചു ഇല്ലേ? അതെന്ത് വാക്കായിരുന്നു? അല്ല, അത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ മാറുന്നുവെങ്കിൽ ഞാൻ തന്നെ അതിന് പ്രപ്പോസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു ടി ഒ മോഹനോട്. ആ വാക്ക് പറഞ്ഞു. അതാണ് ഇപ്പൊ ടി ഒ മോഹൻ ഞങ്ങളോട് പറഞ്ഞത് എന്ന്. പക്ഷെ പുറത്ത് കേട്ടത് അങ്ങനെയല്ല. ഒന്നുകിൽ കെ എസ്, അതല്ലെങ്കിൽ കെ എസിന്റെ കൂടെ നിൽക്കുന്നവരെ നിർത്തണമെന്ന് കെ എസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്നവരാണ് അവരൊക്കെ, അതല്ലാതെ വേറെ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആരുമില്ല. ഓക്കെ, അതാണ്. അപ്പൊ പൊളിറ്റിക്കലി അതിനകത്തുള്ള ക്ലാരിറ്റി വന്നു കഴിഞ്ഞു എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് ഈ കഥകൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കണ്ട എന്നല്ലേ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? മകനും ഉൾപ്പെട്ടിട്ടില്ല, കുടുംബാംഗങ്ങളും ഉൾപ്പെട്ടിട്ടില്ല.